നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് നല്ല ഡേറ്റ് ഒക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്ന സമയമാണ്. ഇപ്പം വേണം പഠിച്ച് തകർത്ത് വരാൻ എന്ന് പറഞ്ഞാൽ നല്ല ടൈം ടേബിൾ ഒക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് പഠിക്കാൻ മാക്സിമം ടൈം പഠിക്കേണ്ട സമയം ഇതാണ്. ഓരോ ദിവസവും മടി പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മാർക്ക് കുറയും, നമ്മുടെ സമയം നഷ്ടം വരും. പിന്നീട് നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഈ സമയം നിങ്ങൾക്ക് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന ടാഗ് ലൈൻ ഇത് തന്നെയാണ്. ഇപ്പം മാക്സിമം ഹാർഡ് വർക്ക്, മാക്സിമം മാർക്ക്. അത് നിങ്ങൾ മേടിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുള്ളൂ, സംശയം വേണ്ട. അതിനകത്ത് നിങ്ങൾക്ക് സംശയം വേണ്ട, നിങ്ങൾക്ക് പറ്റും. കഴിഞ്ഞ ദിവസം ഒരുപാട് കുട്ടികൾ ചോദിച്ചു, സാറിന്റെ മോട്ടിവേഷൻ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടു. ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള മോട്ടിവേഷൻ വീഡിയോ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യലായിട്ടൊന്നുമില്ല, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെയാണ് മോട്ടിവേഷൻ വീഡിയോയ്ക്കകത്ത്. നിങ്ങൾ എന്നോട് അന്ന് ചോദിച്ചു, കുറച്ച് കുട്ടികൾ ചോദിച്ചു, സാറേ 3 മണിക്കൂറൊക്കെ പഠിച്ചാൽ തീരുമോ? 3 അല്ല, നിങ്ങൾ 4 മണിക്കൂർ ഒരു വിഷയം പഠിച്ചു. 3 വിഷയമാണ് ഇമ്പ്രൂവ്മെന്റ് അല്ലേ? നിങ്ങൾ 4 മണിക്കൂർ വെച്ച് പഠിച്ചാൽ ഒരു വിഷയം 4 മണിക്കൂർ വെച്ച് പഠിച്ച് ഒരു ചാപ്റ്റർ അങ്ങ് തീർക്കാന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 3 വിഷയത്തിന് ഞാൻ 12 മണിക്കൂർ, 24 മണിക്കൂറുണ്ട് ഒരു ദിവസം അല്ലേ? 24 മണിക്കൂറിൽ 12 മണിക്കൂർ നമ്മൾ പഠിച്ചെന്ന് വിചാരിക്കുക. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല സാർ. അത് നമുക്കൊരു വീഡിയോ ഒക്കെ നമുക്ക് സ്പെഷ്യൽ വീഡിയോ തന്നെ ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ടൊന്നും പഠിക്കണ്ട, പക്ഷെ പഠിക്കണം. ഈ 12 മണിക്കൂറെങ്കിലും മിനിമം പഠിക്കണം. ഒരു മാസത്തേക്ക് നമ്മൾ പഠിച്ചാൽ പോരെ? എത്ര നിങ്ങൾ ആലോചിച്ച് നോക്കി. കാരണം അത് നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യണം. 24 മണിക്കൂർ 12 മണിക്കൂർ പഠിക്കുക. നിങ്ങളൊരു 7 മണിക്കൂറോ 8 മണിക്കൂർ ഉറങ്ങിക്കൂ, അതും വേണം. എന്നാൽ പോലും 4 മണിക്കൂർ എക്സ്ട്രാ ഇല്ല, പിന്നെന്താ വേണം? അടിപൊളിയായിട്ട് പഠിക്കാം. കാരണം നിങ്ങൾ അങ്ങനെയുള്ള ടെൻഷൻ ഒന്നും പാടില്ല. പക്ഷെ ഓരോ ദിവസവും നിങ്ങളുടെ വിലപ്പെട്ടതാണ്. ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഓരോ മണിക്കൂറും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ആ സമയങ്ങൾ നിങ്ങൾ കളയരുത്. അതിനെക്കുറിച്ച് പിന്നെ ആലോചിച്ച് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് കഴിഞ്ഞിട്ട് ശകലോടെ ഞങ്ങൾക്ക് പഠിക്കാമായിരുന്നു എന്ന് തോന്നിക്കരുത്. ഈ തോന്നലായിരുന്നു നിങ്ങൾക്ക് പ്ലസ് വൺ ഫിസിക്സിൽ നമുക്ക് ഡേറ്റ് മാറ്റി കൊണ്ടുപോയപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അത് ആവർത്തിക്കരുത്. ദൈവം തരുന്ന രണ്ടാമത് തരുന്ന ഭയങ്കര അസുലഭമായ ഈ സമയം നന്നായിട്ട് വിനിയോഗിക്കാൻ എൻ്റെ കുട്ടികൾക്ക് പറ്റണം. ഇത് പറ്റും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ ചെയ്തു തരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോളുക. അതാണ്ട് തെർമൽ പ്രോപ്പർട്ടീസ് ലാസ്റ്റ് ഭാഗത്തേക്ക് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ കഴിഞ്ഞു. ഇനി ഞാൻ തെർമോഡൈനാമിക്സ് തുടങ്ങും. 1 or 2 ക്ലാസ് കൊണ്ട് അത് തീർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ആഴ്ച കൊണ്ട് ക്ലാസ് തീർന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചൊവ്വ വ്യാഴം ശനിയാക്കി നമ്മുടെ ക്ലാസ്സുകൾ. ഈ ആഴ്ച കൊണ്ട് അത് തീർന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കയറും ഏതാ? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അതിനിടയിൽ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു തരും. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തു തരും. പക്ഷെ അതിന് നോട്ടില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് ബാക്കിയുള്ളതിനെല്ലാം ഞാൻ നിങ്ങൾക്ക് നോട്ട് തരുന്നില്ല. വേറൊരു അധ്യാപകനും എനിക്ക് 99% അധ്യാപകന് നോട്ട് തരത്തില്ല. ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് അതിനെല്ലാം നോട്ട് തന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിന് നിങ്ങളത് എഴുതിയെടുക്കണം. നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കേണ്ടതാണ്. അതിന് നോട്ട് ഇല്ല. അഡീഷണൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കുറച്ചുകൂടെ ഞാൻ ചെയ്യിപ്പിക്കും. അതിനൊക്കെ നോട്ട് തരാം. നിങ്ങൾക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾ റെഡി ആയിരിക്കണം. അത് അതിനിടയിലുള്ള മോട്ടിവേഷൻ വീഡിയോസ്, എങ്ങനെ നമുക്ക് കോൺസെൻട്രേഷൻ നിലനിർത്താം, എങ്ങനെ നമുക്ക് പഠിച്ചാൽ മാർക്ക് കിട്ടുന്ന രീതികൾ, അതൊക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ മാക്സിമം ഇപ്പോഴും ഓരോരുത്തരും കണ്ട് തുടങ്ങുന്നവർ വിളിച്ചിട്ട് ഓരോ ദിവസവും ഇന്ന് തന്നെ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ കുറേ മെസ്സേജ് വന്നു, ഞങ്ങൾ കണ്ട് തുടങ്ങുന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇനി പഠിക്കാൻ പറ്റൂ. ഒരു പ്രശ്നമില്ല. നിങ്ങൾ അങ്ങനെ ഓരോ ദിവസവും ചിന്തിച്ച് കളയാരുന്നേ ഉള്ളൂ. പഠിച്ചു തുടങ്ങുക. ഒരാഴ്ചക്ക് മുമ്പേ വരെ ഞങ്ങൾ ഇത് കണ്ടില്ല എന്ന് പറയുന്നത് അത് നിങ്ങളുടെ അശ്രദ്ധയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതാണ്. ഉറപ്പായിട്ട് നമുക്ക് പഠിക്കേണ്ടവരാണെങ്കിൽ ഇഷ്ടം പോലെ സമയം കിട്ടുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുക. പ്ലസ് വൺ കോൺസെൻട്രേറ്റ് ചെയ്യുക. പ്ലസ് വൺ പബ്ലിക് എക്സാം വരെ പ്ലസ് വൺ കോൺസെൻട്രേറ്റ് ചെയ്യുക. പ്ലസ് ടു അവിടെ നിൽക്കട്ടെ. അതിനുശേഷം നമുക്ക് 5-6 മാസമുണ്ട്. അന്നേരം ഇഷ്ടംപോലെ സമയം നമുക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അന്നേരം ഇനി നമ്മൾ അധികം സമയം കളയുന്നില്ല. ഓർത്തുകൊള്ളുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച്, എനിക്ക് എന്തും വേണ്ടി ക്ലാസ് എടുക്കാനുണ്ട്. നിങ്ങൾ ആലോചിക്ക്, നിങ്ങളുടെ തന്നെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകൾ, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ വീഡിയോസ്, പ്ലസ് 2 ക്ലാസ്സുകൾ, 10th CBSE, 10th സ്റ്റേറ്റ്, ഇഷ്ടം പോലെ ക്ലാസ്സുകൾ. എനിക്ക് ഒരു തുള്ളി പോലും റെസ്റ്റ് ഇല്ല. പക്ഷെ ഞാൻ എടുക്കുന്നില്ല. കാരണം നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ലൈവായിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഭയങ്കര മാർക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന, ഫിസിക്സിന് മാർക്ക് കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ ഉറപ്പായിട്ട് ഈ മാഷ് തന്നെ ആയിരിക്കും. അത് ഉറപ്പാണ്. നിങ്ങൾക്ക് മാർക്ക് കിട്ടും, സംശയം വേണം. പക്ഷെ മാർക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് പഠിക്കണം. ബെസ്റ്റ് ആയിരിക്കണം. നിങ്ങളെ
ആരെങ്കിലും താഴ്ത്തിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ മുകളിൽ നമ്മൾ വന്നിട്ട് ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടി എന്ന് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ധൈര്യമായിട്ട് പറയാമല്ലോ, പറയണം കേട്ടോ. അന്നേരം ക്ലാസ്സിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തെർമോഡൈനാമിക്സ്, തെർമൽ പ്രോപ്പർട്ടീസ് കഴിഞ്ഞ് തെർമോഡൈനാമിക്സിനകത്ത് നമ്മൾ കുറെ ടോപ്പിക് പഠിക്കാനുണ്ട്. പെട്ടെന്ന് എന്തൊക്കെ ടോപ്പിക്കുകളാണെന്ന് പെട്ടെന്ന് പറഞ്ഞേക്കാം. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, സിസ്റ്റംസ് ആൻഡ് സറൗണ്ടിങ്സ് കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണത്. പിന്നെ സീറോത്ത് ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, വർക്ക് ഡൺ ബൈ ആൻ ഐസോതെർമൽ ചേഞ്ച്, വർക്ക് ഡൺ ബൈ ആൻ അഡിയാബാറ്റിക് ചേഞ്ച്, ഹീറ്റ് എഞ്ചിൻ, കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ, റെഫ്രിജറേറ്റർ, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ അടങ്ങുന്നതാണ് ഏത് തെർമോഡൈനാമിക്സ്. അതിലേക്കൊരു എത്തിനോട്ടമല്ല, വളരെ നന്നായിട്ട് പഠിക്കാം. നമ്മൾ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ എത്തിനോട്ടമില്ല, വളരെ നന്നായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, വാ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തെർമോഡൈനാമിക്സിനകത്ത് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ച കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന ടോപ്പിക്കുകളാണ് ഈ സിസ്റ്റംസ് ആൻഡ് സറൗണ്ടിങ്സ്. ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്, ഇപ്പം കേൾക്കുമ്പോൾ നിങ്ങൾ പഠിച്ചു. ഓക്കെ, എന്താണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്? സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an assembly of large number of particles having certain values of pressure, temperature, volume etc. are called a thermodynamic system. എന്ന് പറഞ്ഞാൽ ഒരുപാട് പാർട്ടിക്കിൾസിനകത്ത് certain values of 3 തെർമോഡൈനാമിക് വേരിയബിൾസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ആണ്. നിങ്ങൾക്കറിയാം, പ്രഷറ്, ടെമ്പറേച്ചറ്, വോളിയം, ഇതെല്ലാം അടങ്ങുന്നതിനെ പറയുന്ന പേരാണ് ഒരു സിസ്റ്റം. അന്നേരം ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഷർ ഉണ്ട്, വോളിയം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. എനിത്തിങ് ഔട്ട്സൈഡ് ദി സിസ്റ്റം, സിസ്റ്റത്തിന് പുറത്ത് എന്താണോ അതിനെ പറയുന്ന പേരാണ് സ്വാഭാവികമായിട്ടും സറൗണ്ടിങ്സ്. നമ്മൾ സറൗണ്ടിങ് എന്ന് പറയത്തില്ല, അതുപോലെ തന്നെ എനിത്തിങ് ഔട്ട്സൈഡ് ദി സിസ്റ്റം ഈസ് കോൾഡ് സറൗണ്ടിങ്സ്. എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്സ്? സിസ്റ്റം 3 തരത്തിലുണ്ട്, നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണെന്നുള്ളത്. സിസ്റ്റം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3. ഓക്കെ, പറഞ്ഞില്ല കേട്ടോ. System can be classified into 3. 1. Open system. 2. Closed system. And 3. Isolated system. ഇപ്പൊ ഇതൊക്കെ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പഠിച്ചിട്ട് ഇന്ന് നോട്ട് വെച്ചൊരു അരമണിക്കൂർ നോക്കുമ്പോൾ തന്നെ ഈ ഇന്നത്തെ വീഡിയോ മൊത്തം നിങ്ങൾ പഠിക്കും. ഓക്കെ, എന്താണ് ഓപ്പൺ സിസ്റ്റം? ഓപ്പൺ സിസ്റ്റം, ഇറ്റ് ഈസ് എ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് മാറ്റർ ആൻഡ് എനർജി. ശ്രദ്ധിക്കണം, വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് ബോത്ത് മാറ്റർ ആൻഡ് എനർജി വിത്ത് ദി സറൗണ്ടിങ്സ്. മാറ്ററും എനർജിയും സറൗണ്ടിങ്ങിലോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഓപ്പൺ സിസ്റ്റം. എന്താണ് ഓപ്പൺ സിസ്റ്റം? ഇറ്റ് ഈസ് എ സിസ്റ്റം which can exchange both matter and energy with the surroundings. എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം? എന്തെങ്കിലും പ്രത്യേകത ആണല്ലോ. ഇറ്റ് ഈസ് എ സിസ്റ്റം which can exchange only energy but not matter. മാറ്ററിനെ എക്സ്ചേഞ്ച് ചെയ്തില്ല, എനർജിയെ മാത്രം എക്സ്ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്ലോസ്ഡ് സിസ്റ്റം. Then what is into isolated system? Isolated എന്ന് പറഞ്ഞാൽ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല, എനർജി എക്സ്ചേഞ്ച് ചെയ്തില്ല, മാറ്ററിനെ എക്സ്ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. അന്നേരം എ സിസ്റ്റം വിച്ച് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ സറൗണ്ടിങ്സ്. സിസ്റ്റം സറൗണ്ടിങ് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ അത് ഐസൊലേറ്റഡ് സിസ്റ്റം. എത്ര എളുപ്പം, 2 മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിച്ചിരിക്കുക. അന്നേരം ഈ 3 കാര്യങ്ങൾ പഠിച്ചേക്കുക: ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം ആണെങ്കിൽ which can exchange both energy and matter. only energy ആണെങ്കിൽ but no matter ആണെങ്കിൽ അത് closed system. not influenced by surrounding ആണെങ്കിൽ അത് isolated system. ഞാൻ എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞു, എന്താണ് സറൗണ്ടിങ് എന്ന് പറഞ്ഞു, 3 തരം സിസ്റ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു: ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. സിംപ്ലി കഴിഞ്ഞേ. അടുത്ത നമുക്ക് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അങ്ങനെ ലോ ഉണ്ടോ? ഞങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിരിക്കുന്നത് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഒക്കെ ആണല്ലോ, ഉണ്ട്. സീറോയിന്നല്ലേ നമ്മളെല്ലാം തുടങ്ങുന്നത്. കാരണം സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസിയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് തെർമോഡൈനാമിക്സിന്റെ ലോസ് ഒക്കെ പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ആദ്യം മനസ്സുകൊണ്ട് വിചാരിക്കുക, വളരെ എളുപ്പമാണ്. സീറോത്ത് ലോ ഓഫ്
തെർമോഡൈനാമിക്സ്. അതിന് പറഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് തെർമൽ ഇക്വിലിബ്രിയം. ഇത്രേ ഉള്ളൂ. തെർമൽ ഇക്വിലിബ്രിയം. ഇഫ് ടു സിസ്റ്റംസ്, രണ്ട് സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ if they have same temperature. If two systems are in thermal equilibrium means they have same temperature. ഒരേ ടെമ്പറേച്ചർ വരുവാണെങ്കിൽ അതിനെ എന്താന്ന് പറയാം? തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. കാരണം ഈ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് ഇനി സംശയം വേണ്ട. they have same temperature. സെയിം ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അതിനെ ആ സിസ്റ്റത്തിനെ എന്തെന്ന് പറയാം? തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. എന്നാൽ നമുക്ക് സീറോത്ത് ലോയിലോട്ട് കാണാം. എന്നാണ് ഇത്രയേ ഉള്ളൂ പടം. ഇതൊക്കെ എന്ത് എളുപ്പമുള്ള പടം ഫിസിക്സിലെ. ഇത്രയേ ഉള്ളൂ പടം. ഈ പടത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചേ, മൂന്ന് സിസ്റ്റംസ് എ ബി സി. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. എ സിയുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, എ സിയുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, അതുപോലെ തന്നെ ബി സിയുമായിട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് തെർമൽ ഇക്വിലിബ്രിയത്തിലെങ്കിൽ എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒക്കെ പിന്നീട് ബിടെക്കിനൊക്കെ പഠിക്കാനുണ്ട്. ഇത് നിങ്ങൾ ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. ഇഫ് ടു സിസ്റ്റംസ് എ ആൻഡ് ബി ആർ സെപ്പറേറ്റ്ലി തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ തേർഡ് സിസ്റ്റം സി, then എ ആൻഡ് ബി ആർ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. ഇത്രയേ ഉള്ളൂ. അന്നേരം എ സിയുമായിട്ടും ബി സിയുമായിട്ടും സെപ്പറേറ്റ് ആയിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എയും ബിയും എന്താണ്? തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമ്മൾ ഇതൊക്കെ പഠിച്ചു വെച്ചേക്കണം. ചിലപ്പോൾ ഒരു മാർക്കിനോ 2 മാർക്കിനോ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഓർത്തിരിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും ന്യൂട്ടന്റെ ഫസ്റ്റ് ചോദിക്കുമ്പോൾ ചിലർ ഇപ്പോഴും എഴുതത്തില്ല. കാരണം അറിയാം, നമുക്ക് അറിയാമെന്നുള്ള കോൺഫിഡൻസ് നോക്കിക്കൊണ്ട് പോലും പോകത്തില്ല. അങ്ങനെ നമുക്ക് എഴുതാനും പറ്റത്തില്ല. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തിരിക്കണം. അടുത്തത് നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്ന പോലെ തന്നെയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പ്രത്യേകതയുണ്ട്. ആദ്യം നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതാം. എൻട്രൻസ് ഒക്കെ ചോദിക്കുന്നതാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് സിമിലർ ടു ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് സിമിലർ ടു ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വാക്കുണ്ട്, ഇന്റേണൽ എനർജി. അത് വിട്ടൊരു കളിയില്ല കേട്ടോ. ഇന്റേണൽ എനർജി. എന്താണ് ഇന്റേണൽ എനർജി? ഇന്റേണൽ എനർജി ഈസ് ദി സം ഓഫ് kinetic energy and potential energy. Internal energy is the sum of kinetic energy and potential energy. That internal energy is equal to kinetic energy plus potential energy. Clear? ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആദ്യം എഴുതണം. ഇറ്റ് ഈസ് സിമിലർ ടു ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഓരോന്നും ഞാൻ പറയാം. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി. എല്ലാം ഡെൽറ്റ കാണിക്കുന്ന സ്മോൾ ചേഞ്ച് ആണ്. ഇവിടെ ഡി ക്യൂ എന്ന് എഴുതാം. ഡി ക്യൂ ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. വെരി സ്മോൾ ചേഞ്ച് കാണിക്കാൻ വേണ്ടിയാണ് ഡെൽറ്റ. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ ക്യൂ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, സ്മോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു. വർക്ക് എന്ന് പറയുന്നതാണ് ഡെൽറ്റ ഡബ്ല്യു. നിങ്ങൾ അതും പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ പി ഡെൽറ്റ വി ആണ്. പി ഡെൽറ്റ വി. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് പി കോൺസ്റ്റന്റ് ആണ്. ഡെൽറ്റ വി എന്ന് പറയുമ്പോൾ തന്നെ വോളിയത്തിന് ചേഞ്ച് ഉണ്ട്. അന്നേരം ഈ ഡെൽറ്റ ഡബ്ല്യുവിന് പകരം ഈ രണ്ട് സ്റ്റെപ്പ് ഒന്ന് കാണാൻ പഠിച്ചേക്കണം. ഡെൽറ്റ ഡബ്ല്യുവിന് പകരം പി ഡെൽറ്റ വി എന്ന് കൊടുക്കാമല്ലോ. പിന്നെ ഫൈനൽ ഇക്വേഷൻ എന്ന് കിട്ടും. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യുവിന് പകരം ഇതാണ് ഇത് കൊടുക്കണം, പി ഡെൽറ്റ വി. ഫൈനൽ ഇക്വേഷൻ ആയി ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇത് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഇതാണ് രണ്ട് ലോസ് പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എത്ര പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കുക. പെട്ടെന്ന് പഠിക്കുന്നില്ലേ? നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയി ക്രിസ്റ്റൽ ക്ലിയർ ആയി. കാരണം നമ്മൾ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചു, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചു. ഇനി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കെമിസ്ട്രിയിലെ കൂട്ടല്ല. അത് നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ്. അത് പഠിക്കും. ഓക്കെ, നമ്മൾ സീറോത്ത് ലോ പഠിച്ചു കഴിഞ്ഞു, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചു കഴിഞ്ഞു. അടുത്തത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ഈ 3 രൂപ ഒരെണ്ണം പ്രതീക്ഷിക്കാം, ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് 2 സ്റ്റേറ്റ്മെന്റ്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും. അന്നേരം ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയ മാർക്ക് കിട്ടത്തില്ല. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ചോദിക്കുമ്പോൾ 2 സ്റ്റേറ്റ്മെന്റ് എഴുതണം. അന്നേരം ഞാൻ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നോക്കാം.
കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്തോ നോക്കൂ. നോ പ്രോസസ് ഈസ് പോസിബിൾ whose end result is the absorption of heat from a body and complete conversion of heat into work. നമ്മൾ വിചാരിക്കും എന്ത് പറയും, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരിക്കലും ഒരു പ്രോസസ്സ് നടക്കത്തില്ല കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക്. ഹീറ്റിനെ വർക്കായിട്ട് 100% കൺവേർട്ട് ചെയ്യാൻ ഒരിക്കലും പോസിബിൾ അല്ല എന്നുള്ളതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. പിന്നെ എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഒരു വൃത്തിക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തേക്കും. അത് നിങ്ങൾ ഇതുപോലെ പഠിച്ചേക്കുക. നോ പ്രോസസ് ഈസ് പോസിബിൾ whose end result is the complete absorption of heat from a body and complete conversion of heat into work. ഇങ്ങനെ അങ്ങ് പഠിച്ചേക്കുക. അർത്ഥം ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഒരിക്കലും 100% ഹീറ്റിനെ എന്തായിട്ട് മാറ്റാൻ പറ്റത്തില്ല, വർക്കായിട്ട് മാറ്റാൻ പറ്റാത്തതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. അന്നേരം ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? നോ പ്രോസസ് ഈസ് പോസിബിൾ whose end result is the transfer of heat from a colder object. കണ്ടോ, ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. കോൾഡർ ഒബ്ജക്ട് ടു എ ഹോട്ടർ ഒബ്ജക്ട്. അതിന്റെ അർത്ഥം എന്താണ്? സാധാരണ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഹയർ ടെമ്പറേച്ചറിൽ നിന്നും ലോവർ ടെമ്പറേച്ചറിലോട്ട് അല്ലേ. ഇപ്പം വെള്ളം ഒഴുകുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ്, താഴെ നിന്ന് മുകളിലോട്ടല്ല അല്ലേ. അന്നേരം അതുപോലെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഹയർ ടെമ്പറേച്ചറിൽ നിന്നും ലോവർ ടെമ്പറേച്ചർ. ഹയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് ഹോട്ടർ ബോഡി, ഹോട്ടർ ഒബ്ജക്ട്. ലോവർ ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് കോൾഡർ ഒബ്ജക്ട്. അന്നേരം ഒരിക്കലും പോസിബിൾ അല്ല തിരിച്ച് കോൾഡർ ഒബ്ജക്റ്റിൽ നിന്നും ഹീറ്റ് ഹോട്ടർ ഒബ്ജക്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതാണ് പോസിബിൾ എന്നുള്ളതാണ് പറയുന്നത്. നോക്കിയേ, നോ പ്രോസസ് ഈസ് പോസിബിൾ whose end result is the transfer of heat from a colder object to a hot object. ഒരിക്കലും പോസിബിൾ അല്ല കോൾഡർ ഒബ്ജക്റ്റിൽ നിന്നും ഹോട്ടർ ഒബ്ജക്റ്റിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് രണ്ട് വളരെ ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ്. ഒന്ന് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് തന്നെ എഴുതണം, എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് എഴുതുക. അടുത്തത് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എഴുതുക, കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതുക. ഇത് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. 0th ലോ 1st ലോ 2nd ലോ ഇതിനകത്ത് ഒരെണ്ണം പഠിച്ചുകൊണ്ട് പോകരുത്, ബാക്കി 2 ആയിരിക്കും പരീക്ഷയ്ക്ക് വയ്ക്കും. കാരണം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. 3 പഠിക്കുക, നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ പഠിക്കുന്നതിലും വർക്ക് ഡൺ ബൈ ആൻ ഐസോതെർമൽ അഡിയാബാറ്റിക് ഒക്കെ പഠിക്കാൻ നേരം ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. തെർമോഡൈനാമിക് പ്രോസസ്സിനകത്ത് 4 ഇമ്പോർട്ടന്റ് പ്രോസസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഇത് സിമ്പിൾ സാധനമാണ്. ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്, ഐസോതെർമൽ പ്രോസസ്, അഡിയാബാറ്റിക് പ്രോസസ്. ഇതാണ് ഈ ഐസോബാറിക് പ്രോസസ് എന്ന് പറയുന്നത്. ഐസോബാർ എന്ന് പറഞ്ഞാൽ പ്രഷർ. ഒരു സിസ്റ്റത്തിൽ പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് ഐസോബാറിക് ആണ്. ഒരു സിസ്റ്റത്തിൽ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് ഐസോകോറിക് ആണ്. ഒരു സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് ഐസോതെർമൽ ആണ്. എന്ത് എളുപ്പമാണ്. ഒരു സിസ്റ്റത്തിൽ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐസോകോറിക്, ഒരു സിസ്റ്റത്തിൽ പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐസോബാറിക്, ഒരു സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐസോതെർമൽ. അന്നേരം എന്താണ് ഈ അഡിയാബാറ്റിക്? ഒരു സിസ്റ്റത്തിനകത്തോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയോ ഹീറ്റ് എൻ്റർ ചെയ്യുകയോ ലീവ് ചെയ്യുകയോ ചെയ്യുന്നില്ലെങ്കിൽ അത് ആ സിസ്റ്റത്തിനെ നമ്മൾ അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയും. ഒരു സിസ്റ്റത്തിനകത്തോട്ട് ഹീറ്റ് എൻ്റർ ചെയ്യുകയോ ലീവ് ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേര് അഡിയാബാറ്റിക് പ്രോസസ്. ഇത് ഫണ്ടമെന്റൽ തെർമോഡൈനാമിക് പ്രോസസ് ആണ്. ഇത് അറിഞ്ഞിരിക്കണം മസ്റ്റ് ആയിട്ട്. ഏതൊക്കെയാണ്? ഐസോബാറിക് ബാർ മീൻസ് പ്രഷർ കോൺസ്റ്റന്റ്, ഐസോകോറിക് വോളിയം കോൺസ്റ്റന്റ്, ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ നോ ഹീറ്റ് ഈസ് എൻഡേഴ്സ് ഓർ ലീവ്സ് ദി സിസ്റ്റം. ഒരു ഹീറ്റോ ടെമ്പറേച്ചർ എൻ്റർ ചെയ്യോ ലീവ് ചെയ്യുന്നില്ലെങ്കിൽ ആ സിസ്റ്റത്തെ നമ്മൾ എന്ന് പറയും അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയും. അന്നേരം ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് വർക്ക് ഡൺ ബൈ ആൻ ഐസോതെർമൽ അഡിയാബാറ്റിക്. 2 എണ്ണമാണ്. അതിനകത്ത് ഒരെണ്ണം നമുക്ക് നല്ല വൃത്തിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇതൊന്ന് എഴുതി പഠിക്കാം, നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കാനുണ്ട്. അന്നേരം ഒന്ന് എഴുതി പഠിച്ചു കഴിയുമ്പോൾ അത് ക്ലിയർ ആവും. അന്നേരം ഇന്നത്തെ വീഡിയോ കാണുന്നവർ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് പഠിക്കും. ഇനി സമയം വെച്ചോണ്ടിരിക്കുന്നത്. വർക്ക് ഡൺ ബൈ ആൻ ഐസോതെർമൽ ചേഞ്ച് 3 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. സ്ഥിരമായിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ കാണാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഇനി
കാര്യഗൗരവമായിട്ട് പോകണം. ഇപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചതൊക്കെ വളരെ സിമ്പിൾ ആണ്. സിസ്റ്റവും സറൗണ്ടിങ്സ്, ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, തെർമൽ ഇക്വിലിബ്രിയം, സീറോത്ത് ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പതുക്കെ നമ്മൾ ചെറിയ ഡെറിവേഷനിലോട്ട് കയറുകയാണ്. ഡെറിവേഷൻ മുമ്പുള്ള ചെറിയൊരു ക്യാപ്സ്യൂൾ സാധനമാണ് ഇക്വേഷൻ ഫോർ ആൻ ഐസോതെർമൽ ചേഞ്ച് ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്. ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT അല്ലേ? ഫിസിക്സിലും ചോദിക്കും കേട്ടോ. കെമിസ്ട്രിയിൽ അതേ കാര്യങ്ങൾ പഠിച്ചാൽ മതി. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കെമിസ്ട്രിയിൽ അതേ കാര്യങ്ങൾ ഫിസിക്സിനകത്ത് പഠിച്ചാൽ മതി പ്ലസ് വണ്ണിലെ. ഒന്ന് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT, കെമിസ്ട്രിയിലെ പോലെ തന്നെ പഠിക്കുക. അതുപോലെ തന്നെ മേയേഴ്സ് റിലേഷൻ, ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് പറയാം, CP - CV = R എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ നിങ്ങൾ ഇതിനകത്ത് തന്നെ പഠിക്കുക. കെമിസ്ട്രിയിൽ അതേപോലെ പഠിച്ചാൽ എഴുതിയാൽ മതി. ഇത് PV = nRT. n എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ്, n = 1 ആണെങ്കിൽ PV = RT എന്നൊക്കെ എടുക്കാം. പറയേണ്ട കാര്യമില്ല. P എന്ന് പറഞ്ഞാൽ പ്രഷറാണ്, V എന്ന് പറഞ്ഞാൽ വോളിയമാണ്, R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, T എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പോട്ടെ, ഐഡിയൽ ഗ്യാസ്. ഇക്വേഷൻ ഫോർ ആൻ ഐസോതെർമൽ ചേഞ്ച് ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പറഞ്ഞു തന്നത്. അതിന്റെ കൂട്ടത്തിൽ മേയേഴ്സ് റിലേഷൻ ഒക്കെ പഠിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയുള്ള ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഐസോതെർമൽ ചേഞ്ച് ആണെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇതാണ്: PV = കോൺസ്റ്റന്റ്. PV, P × V, പ്രഷർ × വോളിയം = കോൺസ്റ്റന്റ്. രണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ P1 V1 = P2 V2 = കോൺസ്റ്റന്റ്. ഇത്രയേ ഉള്ളൂ സാധനം. ഇതിനായിരുന്നു ഇത്രയും ഒരു സംഭവം. പക്ഷെ ഇതിന്റെ ഡെറിവേഷൻ വരുന്നുണ്ട്, അത് നമുക്ക് ഈസിയായിട്ട് പഠിക്കാം. പക്ഷെ മാത്തമാറ്റിക്സിനകത്ത് ഇന്റഗ്രേഷനും ലോഗരിതം എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. പക്ഷെ ശ്രദ്ധിച്ചിരുന്നാൽ അടിപൊളി. ഇക്വേഷൻ ഓക്കെ ആണല്ലോ. ഐസോതെർമൽ ചേഞ്ച് ഫോർ ഇക്വേഷൻ ഫോർ ഐസോതെർമൽ ചേഞ്ച് ഫോർ ഐഡിയൽ ഗ്യാസ്. പെട്ടെന്ന് പറഞ്ഞാൽ PV = കോൺസ്റ്റന്റ്, P1 V1 = P2 V2. രണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ P1 V1 = P2 V2 കോൺസ്റ്റന്റ്. അടിപൊളി. അങ്ങനെ നോക്കിനി വർക്ക് ഡൺ ബൈ ആൻ ഐസോതെർമൽ ചേഞ്ച് ഇൻ ആൻ ഐഡിയൽ ഗ്യാസ്. അത് നമുക്ക് ചെയ്യുക. അത് ഡെറിവേഷൻ ആണ്. സിമ്പിൾ ബട്ട് പവർഫുൾ. ഓക്കെ, നമ്മൾ ഇക്വേഷൻ ഫോർ ആൻ ഐസോതെർമൽ ചേഞ്ച് ഇൻ ആൻ ഐഡിയൽ ഗ്യാസ് പഠിച്ചു. ഇനി അതിന്റെ ഡെറിവേഷൻ പഠിക്കാം. നോക്കിയേ, വർക്ക് ഡൺ ബൈ ആൻ ഐഡിയൽ ഗ്യാസ് ഇൻ ആൻ ഐസോതെർമൽ ചേഞ്ച്. എനിക്കറിയാം നന്നായിട്ട് ഈ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ കുട്ടികൾ, ഒരു നല്ല ശതമാനം കുട്ടികൾ, എല്ലാവരും ഞാൻ എപ്പോഴും പറയത്തില്ല, 50% കുട്ടികളും വർക്ക് ഡൺ ബൈ ആൻ ഐസോതെർമൽ ചേഞ്ചും അഡിയബാറ്റിക് ചേഞ്ചും ഒന്നും പഠിച്ചിട്ട് പോകത്തില്ല. കാർനോട്ട് സൈക്കിൾ മാത്രം പഠിച്ചിട്ടുള്ളൂ അല്ലേ? എന്നാൽ ചിലപ്പോൾ കാർനോട്ട് സൈക്കിൾ ചോദിക്കത്തുമില്ല. വർക്ക് ഡൺ ബൈ ആൻ ഐസോതെർമൽ ചേഞ്ചും അഡിയബാറ്റിക് ചേഞ്ച് ചോദിക്കും. അന്നേരം അതൊരു 3 മാർക്കിനോ 4 മാർക്കിനോ വരെ ചോദിക്കാം. 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അന്നേരം ഈ ബോർഡിൽ എഴുതിയേക്കുന്ന എല്ലാം കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. ഇതെല്ലാം കുറെ എങ്ങനെയൊക്കെ വന്നു എന്നൊക്കെ ഉള്ളതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, തുടങ്ങാം. വർക്ക് ഡൺ ബൈ ആൻ ഐഡിയൽ ഗ്യാസ് ഇൻ ആൻ ഐസോതെർമൽ ചേഞ്ച്. ഓക്കെ, dW = PdV. മുമ്പേ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇല്ലയോ? ഫസ്റ്റ് ലോ പഠിച്ചപ്പം W പകരം P × dV എന്ന് പഠിച്ചേ. ആ ഇക്വേഷൻ തന്നെ ഒന്ന് എഴുതിക്കുവാണ്. ചെറിയ വർക്കാണ്. dW = P കോൺസ്റ്റന്റ് ആണ്, P × dV. ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഈ ഇക്വേഷൻ ബ്രെയിനിൽ വേണം. dW = P × dV. ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. മാത്സിലാണ് സെക്കൻഡ് ഇയറിൽ, +2 സെക്കൻഡ് ഇയറിൽ സെക്കൻഡ് ടേമിൽ പഠിക്കുന്നതാണ് ഇന്റഗ്രേഷൻ. അതിന് മുമ്പ് നമ്മൾ ചെറിയ തോതിലൊക്കെ ഇന്റഗ്രേഷൻ പഠിക്കണം. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഞാൻ നേരത്തെ ഇന്റഗ്രേഷൻ അത്യാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. ഇന്റഗ്രലിന്റെ സിമ്പിൾ ഇതാണ് ഇന്റഗ്രലിന്റെ സിമ്പിൾ. ഇങ്ങനെ ആണ് ഇന്റഗ്രൽ dW. വായിക്കുന്ന ഇന്റഗ്രൽ dW എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് പറയുന്നത്. ഇന്റഗ്രൽ dW = ഇന്റഗ്രൽ, ഇവിടെ ഇന്റഗ്രൽ dW = ഇന്റഗ്രൽ PdV. അവിടെ ലിമിറ്റ് കൊടുത്തു. കാരണം P കോൺസ്റ്റന്റ് ആണ്, dV എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം. ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ രണ്ട് വോളിയം എടുക്കുക, V1 ഉം V2. V1 ഇനീഷ്യൽ വോളിയം, V2 ഫൈനൽ വോളിയം ഒഴിക്കട്ടെ. അന്നേരം നമ്മൾ അവിടെ ലിമിറ്റ് കൊടുത്തു പോകണം, V1 to V2. അന്നേരം രണ്ട് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രൽ dW = ഇന്റഗ്രൽ PdV. ഇവിടെ
ലിമിറ്റ് ഇന്റഗ്രലിന്റെ അവിടെ ലിമിറ്റ് കൊടുത്ത് v1 v2. v1 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ്, താഴെ കിടക്കുന്ന ലിമിറ്റ് ലോവർ ലിമിറ്റും മുകളിൽ കിടക്കുന്ന ലിമിറ്റ് അപ്പർ ലിമിറ്റും. ഏതാ ലോവർ ലിമിറ്റ്? v1 ആണ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ v2 ആണ്. ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇക്വേഷൻ വേണ്ടല്ലോ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഇന്റഗ്രൽ dw അതുപോലെ തന്നെ എഴുതി. ഇന്റഗ്രൽ v1 to v2 ഈ പിക്ക് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. ശ്രദ്ധിച്ചു, പിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുമ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നാണ്ടെ PV = nRT. ചുമ്മാ നമ്മൾ ഒന്നും എഴുതുന്നില്ല, എല്ലാം വിത്ത് പ്രൂഫാണ്. PV = nRT. n എന്ന് പറയുന്നത് 1 ആണെങ്കിൽ 1 മോൾ ആണെങ്കിൽ PV = n 1 ആയി കഴിഞ്ഞാൽ PV = RT. അതിൽ നിന്ന് നമുക്ക് P ആണ് വേണ്ടേ. P = RT/V. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ Pക്ക് പകരം RT/V എന്ന് കൊടുക്കാമല്ലോ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കി, Pക്ക് പകരം ഇന്റഗ്രൽ dw അതുപോലെ എഴുതി = ഇന്റഗ്രൽ v1 to v2 അതുപോലെ എഴുതി. Pക്ക് പകരം RT/V × dv. ക്ലിയർ? ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആണ്, ഇന്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ y ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ dw എന്ന് പറഞ്ഞാൽ w ആണ്. നോ കൺഫ്യൂഷൻ. ഇത്രയും പഠിച്ചാൽ മതി. ഇന്റഗ്രേഷൻ = കോൺസ്റ്റന്റ് ആയിട്ടുള്ള പുറത്തെടുത്തിട്ട് വേണം ബാക്കിയുള്ളതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ. ഇവിടെ 6 കോൺസ്റ്റന്റ് ആണ്, ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. T കോൺസ്റ്റന്റ് ആണ്, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഇത് രണ്ട് കോൺസ്റ്റന്റ് ആയിട്ടുണ്ട്, അതങ്ങ് പുറത്തെടുക്കണം. RT അങ്ങ് പുറത്തെടുത്തു. താഴെ അല്ലേ v വരുന്നത്, അന്നേരം RT ഇൻറ്റു ബാക്കി ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ v1 to v2 1/v. അന്നേരം നിങ്ങൾ എന്തുകൊണ്ടാണ് 1/v വന്നത്? കാരണം RT പുറത്തെടുക്കുമ്പോൾ ഇവിടെ വരും 1 വരും. അന്നേരം 1/v × dv. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലാസ്സിൽ ഇരിക്കുന്ന ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കണ്ടോ? ഇത്രയും. ആദ്യം dw = p dv, ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ടിടത്ത് ഇന്റഗ്രേറ്റ് കൊടുത്തു. അറിഞ്ഞിരിക്കേണ്ടത് ലിമിറ്റ് കൊടുക്കേണ്ടത് v1 to v2. എന്നിട്ട് നമ്മൾ പിക്ക് ഒരു RT/V എന്ന് എടുത്തത് കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ഐഡിയൽ ഗ്യാസ് അനുസരിച്ച്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് PV = nRT. അതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് പിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് RT/V. അതിൽ നിന്ന് ഏത് കോൺസ്റ്റന്റ് പുറത്തെടുത്തു? RT കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുത്തു. ബാക്കി ഇന്റഗ്രൽ 1/v × dv. സിമ്പിൾ. ലിമിറ്റ് അതുപോലെ കിടപ്പുണ്ട് v1 to v2. ഓക്കെ, ഇന്റഗ്രൽ dw എന്ന് പറഞ്ഞാൽ w. അടുത്ത സ്റ്റെപ്പ് ഇനി 1 2 3 4 സ്റ്റെപ്പേ ഉള്ളൂ. പക്ഷെ 4 സ്റ്റെപ്പ് എങ്ങനെ കിട്ടുന്നത് ഓർത്തോണം. w = RT ഇന്റഗ്രൽ 1/x ഇന്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ log x ആണ്. ഇതൊക്കെ ഫണ്ടമെന്റൽ റിലേഷൻ ആണ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ log x. ഈ വരാനുള്ള കാരണം നാച്ചുറൽ ലോഗരിതം. എന്തോ ലോഗരിതമാണ്? നാച്ചുറൽ ലോഗരിതം. ഇപ്പൊ നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇന്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ log x ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ 1/v dv 1/x dx ആണെങ്കിൽ log x ആണെങ്കിൽ ഇന്റഗ്രൽ 1/v dv എന്ന് പറയുന്നത് log v വരുമല്ലോ. അത്ര എഴുതിയിട്ടുള്ളൂ. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ. w = RT ഇൻറ്റു ഇന്റഗ്രൽ 1/x dx log x ആണെങ്കിൽ ഇന്റഗ്രൽ 1/v dv ക്ക് പകരം log v, log നാച്ചുറൽ ലോഗരിതം log e p log v. എന്നിട്ട് നമ്മൾ ലിമിറ്റ് കൊടുത്തു. ലിമിറ്റ് മാറ്റമൊന്നുമില്ല, v1 to v2. ഇനി ഈ ലിമിറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? എപ്പോഴും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉണ്ടെങ്കിൽ എപ്പോഴും ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓർത്തിരിക്കുക, നോട്ട് ദി പോയിന്റ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഫിസിക്സ് തന്നെ നമ്മൾ ഒരുപാട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. w = RT ഇൻറ്റു v ആണ്. വിയുടെ സ്ഥാനത്തോട്ട് ആദ്യം അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള v2 കൊടുക്കുക, മൈനസ് വിയുടെ സ്ഥാനത്ത് തന്നെ ലോവർ ലിമിറ്റ് ആയിട്ടുള്ള v1 കൊടുക്കുക. അന്നേരം w = RT log അപ്പർ ലിമിറ്റ് v2 മൈനസ് log v1. ഇതൊരു ഫോമാണ്. log a മൈനസ് log b എന്ന് പറഞ്ഞാൽ log a/b. അതും ഫണ്ടമെന്റൽ റിലേഷൻ ആണ് കേട്ടോ. ഇതൊന്നും ചുമ്മാതെ ഗ്രീഡ് സാർ എടുത്ത് ചെയ്യുന്നതല്ല. log a മൈനസ് log b എന്ന് പറഞ്ഞാൽ log a/b എന്നാണ്. അങ്ങനെയാണെങ്കിൽ w = RT log v2 മൈനസ് log v1 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? w = RT log a/b എന്ന് പറഞ്ഞാൽ a ആയിട്ട് നിങ്ങൾ v2 എടുക്കുക, b ആയിട്ട് നിങ്ങൾ v1 എടുക്കുകയാണെങ്കിൽ v2/v1. അതും ക്ലിയർ ആയേ? വീണ്ടും 3 ഇക്വേഷൻ പഠിച്ചു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഒറ്റ കാര്യമുള്ളൂ. നമുക്ക് ഈ log e എന്നുള്ളത് മാറ്റണം. സാധാരണ log നമുക്ക് കിട്ടണം. അങ്ങനെ സാധാരണ log കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് എപ്പോഴും ഓർത്തിരിക്കുക.
2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സാധാരണ ലോഗരിതം കിട്ടുകയും ചെയ്യും. ആശ്വാസമായി ലോഗ് ഇ എന്ന് തട്ടാം. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ലോഗ് ഇക്ക് പകരം എന്ത് കൊടുത്താൽ മതി? 2.303 ഇൻറ്റു ലോഗ്. അങ്ങനെ നോക്കിയേ, W is equal to 2.303 RT ലോഗ് ഇ എന്നുള്ളത് ലോഗായി, ബാക്കി V2/V1. ഇതാണ് ഫൈൻഡ് ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങൾ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് നിങ്ങൾ നോക്കി. 1 2 3 4 5 6 7 8 അല്ലേ? 8 സ്റ്റെപ്പേ ഉള്ളൂ. ഈ 8 സ്റ്റെപ്പ് പഠിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നല്ല എക്സ്ട്രാ ഒക്കെ പറയുന്നുണ്ട്. കാരണം കൊച്ചു പിള്ളേർക്ക് പോലും അത് മനസ്സിലാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണോ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല, ഡെറിവേഷൻ നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കണം. എഴുതി പഠിച്ചില്ലെങ്കിൽ എങ്ങനെ ഓർത്തിരിക്കും? നിങ്ങൾ ആലോചിക്കും dw ഇന്റഗ്രൽ ഇന്റഗ്രൽ v1 to v2 into v. ഇങ്ങനെ പഠിച്ചാൽ ഓർത്തിരിക്കത്തില്ല. നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യണം? എഴുതി പഠിച്ച് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇതങ്ങ് എഴുതി പഠിച്ചു നോക്കുകയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ഐസോതെർമൽ ചേഞ്ച് എത്ര വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ അറിയാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കും. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്ന അഡിയാബാറ്റിക് ചേഞ്ച്. അതും ഇതിനെക്കാട്ടിൽ ലെങ്ത് ഡെറിവേഷൻ. അന്നേരം ഞാൻ സ്റ്റെപ്പുകൾ കൂട്ടുന്നത് എപ്പോഴും എല്ലാ സ്റ്റെപ്പും എഴുതി പോകുന്നതാണ്. എനിക്ക് വേണമെങ്കിൽ ഇത് ഒരു 8 സ്റ്റെപ്പ് എന്നുള്ളത് വേണമെങ്കിൽ 5 സ്റ്റെപ്പ് ആയിട്ട് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. പക്ഷെ ചില സ്റ്റെപ്പുകൾ എഴുതുമ്പോൾ നിങ്ങൾ അയ്യോ എങ്ങനെ വന്നു എന്നുള്ള സംശയം തോന്നും. സംശയമൊന്നും ഇല്ല, പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അന്നേരം ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു. അടുത്ത ക്ലാസ്സിനകത്ത് നമുക്ക് വർക്ക് ഡൺ ബൈ അഡിയാബാറ്റിക് ചേഞ്ച് പഠിക്കണം. ഹീറ്റ് എഞ്ചിൻ കാർനോട്ട് സൈക്കിൾ ഒക്കെ പഠിക്കണം. ഇതൊക്കെ പഠിച്ച് കഴിയുമ്പോൾ ഏകദേശം ആ ചാപ്റ്റർ തീർന്നു. പിന്നെ ഏറ്റവും ചെറിയൊരു ചാപ്റ്റർ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട്, ഇപ്പോഴും പറയുന്നത് മാക്സിമം എഫേർട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടും എടുക്കും. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ഞാൻ ചെയ്തു തരും. നിങ്ങൾ മാക്സിമം ക്ലാസ്സുകൾ കാണുക. ഇതുവരെയും നിങ്ങളുടെ ക്ലാസ്സുകൾ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഫിസിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്പെടുന്നെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കാം, നല്ല മാർക്ക് മേടിക്കാം. കൂടുതലൊന്നും പറയുന്നില്ല, നന്നായിട്ട് പഠിക്കും, നല്ല മാർക്ക് കിട്ടും, അടിപൊളിയാവും. ഓക്കെ, തരാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, സി യു.